നമസ്കാരം. 2025 എന്ന വർഷം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കേൾക്കാനിടയുള്ള ഒരു പ്രശംസ എന്ന് പറഞ്ഞത് ഇനി അടുത്ത കൊല്ലം കാണാം എന്നുള്ള വാക്കുകളായിരിക്കും. ഇത്തരത്തിൽ 2025 അവസാന ദിനം ആരംഭിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് വരെ മൊഴിയെടുപ്പ് എത്തിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും. അതോടൊപ്പം വിദേശ വ്യവസായിയുടെ ആരോപണം നിഷേധിച്ച, തനിക്കൊന്നും അറിയില്ല, തനിക്കൊരു ഇടപാടുമില്ല എന്ന് പുരാവസ്തു തട്ടിപ്പ് ആരോപണം നിലനിൽക്കുന്ന ഡി മണിയുടെ മൊഴിയിൽ എത്രത്തോളം പ്രത്യേക അന്വേഷണ സംഘം വിശ്വാസ്യത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും. ഇതടക്കമുള്ള നിരവധി വാർത്തകൾ പ്രേക്ഷകർക്കായി ഈ കേരള വിഷൻ ന്യൂസ് വാർത്താ ദിനത്തിൽ ഒരുക്കിയിരിക്കുന്നു. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ വിദേശ വ്യവസായിയുടെ ആരോപണം നിഷേധിച്ച ഡി മണി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ വിദേശ വ്യവസായിയെയോ അറിയില്ലെന്ന് മൊഴി. ശബരിമലയുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപാടും നടത്തിയിട്ടില്ലെന്നും ഡി മണി. KFC വായ്പാ ക്രമക്കേട് കേസിൽ PV അൻവർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടി സമയം നീട്ടി ചോദിച്ചു. ജനുവരി 7 ഹാജരാകണമെന്ന ഇഡിയുടെ നിർദ്ദേശം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ കൊലക്കേസ് പ്രതിക്കായി തെരച്ചിൽ ഊർജിതം. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പ്രതി കോഴിക്കോട് വിടാൻ സാധ്യതയില്ലെന്ന് പോലീസ്. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. 2026 ആദ്യമെത്തുക പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി ദ്വീപിൽ. കേരളത്തിൽ ഏറ്റവും വലിയ ആഘോഷത്തിനൊരുങ്ങി ഫോർട്ട് കൊച്ചി. പുതുവർഷ പുലരിക്കായുള്ള കാത്തിരിപ്പിൽ ബീച്ചുകൾ. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യ. കാര്യവട്ടത്ത് നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതകളുടെ ജയം 15 റൺസിന്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വനിതാ താരമായി ദീപ്തി ശർമ്മ.